അല്ലു അർജുൻ അങ്ങ് വൈകുണ്ഠപുരത്തിൽ ഒരു ടേബിളിൽ കയറി നിന്നിട്ട് ഒരു 5-6 സോങ് പാടുന്നു. ഈ 5-6 സോങ്ങും ഒരു രാത്രി കൊണ്ട് ഞാൻ എഴുതിയിട്ട്, ഇത് എഴുതുന്നതല്ല, അതിന് മാച്ചാവുന്ന തരത്തിൽ അതിൻ്റെ RR എടുക്കണം. ആ വരികൾ സിനിമയിലെ പാട്ടുകളല്ല, ബിറ്റുകളല്ല, ആ സീക്വൻസ് അല്ല ഞാൻ എഴുതിയത്. ഒരൊറ്റ രാത്രി ഭയങ്കര പാടാ. കാരണം എന്താ വെച്ചാ തെലുങ്കില് അവിടുത്തെ പവൻ കല്യാണം, ചിരഞ്ജീവി ഒക്കെ റെഫറൻസിൽ വരുന്ന പാട്ടുകളാണ്. അത് നമുക്ക് ഇവിടെ ഒരിക്കലും ആ മാച്ചിങ് പാട്ടുകൾ കിട്ടില്ല. അതൊന്ന്. 2, അതിൻ്റെ മ്യൂസിക് ഇന്നത്തെ കാലഘട്ടം, പഴയ കാലഘട്ടം പോലെയല്ല. മ്യൂസിക് ഒരു സിനിമയ്ക്കാണ് റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം തമ്മൻ എൻ്റെ അടുക്ക പറഞ്ഞ് അതിൻ്റെ മ്യൂസിക് തരില്ല, നമ്മുടെ കയ്യിൽ ബേസ് ഇല്ല, മെയിൻ ട്രാക്ക് ഇല്ല, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മാറ്റിയേ പറ്റൂ. സിനിമയിൽ വരണമെങ്കിൽ ആ ബേസ് നീ തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്യിപ്പിച്ചോളാം. അങ്ങനെ അയാളുടെ അസിസ്റ്റൻറ്റിനെ എൻ്റെ കൂടെ വിട്ടു തന്നു. തമ്മൻ അസിസ്റ്റൻ്റെ വിട്ടു തന്നു. ഒരു ദിവസം രാത്രി കൊണ്ട് അവിടെ ഉള്ള പല സിംഗേഴ്സും മലയാളികളാണ്, അല്ലാത്ത 2 പേരും ഉണ്ട്. 2-3 പേരെ കൊണ്ട് ഓരോ വോയിസ് ഓരോ രീതിയിലാണ് പാടിപ്പിച്ചത്. 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് അയാളുടെ അസിസ്റ്റൻറ്റിനെ വെച്ച് ഞാൻ അതിൻ്റെ കീബോർഡ്, അത് അതിൻ്റെ നമുക്കിവിടെ സിമ്പിളായിട്ട് പറയാം, രാത്രി നടക്കുന്നത് 2:30-3 മണിക്കാണ് ആ സംഭവം നടക്കുന്നത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാം. രാത്രി 2:30 മണിക്കാണ് ആ കുട്ടികൾ പാടാൻ വേണ്ടി എൻ്റെ അടുക്ക വരുന്നത്. അതിന് മുന്നേ ഒരു പാട്ട്, ഏതോ ഒരു പാട്ട് ഞാൻ പാടിപ്പിക്കുകയാണ്. തമ്മൻ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ നോക്കുക ആ പാട്ടിൻ്റെ ലിറിക്സ് കറക്റ്റ് ആണോ എന്നുള്ളത്. ഏത് പാട്ടാണെന്ന് എൻ്റെ മെമ്മറി വരുന്നില്ല. അതമ്മൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതുപോലെ പറയാണ്, ഇത് നോക്കുക അതിൻ്റെ ലിറിക്സ് കറക്റ്റ് ആണോ. അത് പാടി കഴിഞ്ഞതിന് ശേഷം മലയാളം വേർഷൻ്റെ കാര്യമാണ് പറയണത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് തരുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ആ ലിറിക്സും ആ ഒരു ഇതും സോങ്സിൻ്റെ ആ മൊത്തം ഇതുകളും ചെയ്തെടുക്കുകയാണ്. അപ്പോഴും ട്രാക്ക് കറക്റ്റല്ല, പിന്നെയാണ് ട്രാക്ക് സിങ്ക് ചെയ്തത്. ആ പാട്ട് പൊളിഞ്ഞിരുന്നുവെങ്കിൽ, മലയാളത്തിൽ തെലുങ്കിൽ എടുത്തിട്ട് ആ പാട്ടുകൾ ഇട്ടിരുന്നുവെങ്കിൽ ആ സിനിമയ്ക്ക് ജീവൻ ഉണ്ടാവില്ലായിരുന്നു. ആ സീനാണ് ഹൈലൈറ്റ് ആവുന്ന സീൻ എന്ന് വെച്ചാൽ ആ ടെമ്പോയും ആ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത് ആ സീനാണ്. ബോർഡ് റൂം സീൻ. അത് യൂട്യൂബിൽ ഇപ്പോഴും ഭയങ്കര വ്യൂ ഉള്ള സീനാണ്. അതെ, ആ ബോർഡ് റൂമിലെ ആ ഒരു പെർഫെക്ഷൻ അത് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ആ സിനിമയിൽ ജീവൻ വെച്ചത്. എന്ന് വെച്ചാൽ ആ സിനിമ ഇപ്പം 370 കോടി രൂപ ലാഭം കിട്ടി പ്രൊഡ്യൂസറിന്. കാദറസിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. പക്ഷേ ലാഭം അല്ലല്ല, അതൊക്കെ ഓക്കെ. പക്ഷേ എനിക്ക് ആ സിനിമയുടെ ഒരു ടോട്ടൽ പെർഫെക്ഷൻ അത് ഞാൻ എൻ്റെതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരാളിപ്പോൾ ഒരു ലിറിക്സ് എഴുതുന്നു, അവരവിടെ പാഠം കഴിഞ്ഞു പോയി. മറ്റൊരാൾ അതിൻ്റെ മറ്റേതെങ്കിലും ഘടനകൾ ചെയ്യുന്നു, അവർ പോയി. പക്ഷെ അതിൻ്റെ ടോട്ടാലിറ്റി ഇപ്പം ഞാൻ ആ സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹം ഡയറക്ടർ ശ്രീവിക്രം സാറ് വന്നിട്ട് എനിക്ക് 2 മണിക്കാണ് മാറിത്തരണത് രാത്രി. അദ്ദേഹം 2 മണി വരെ ഇരുന്ന് ജോലി ചെയ്യും. 2 മണിക്ക് ശേഷമാണ് എനിക്ക് കയറുന്നത്. അപ്പോൾ 2 മണിക്ക് ശേഷമാണ് ഞാൻ മിക്സിങ്ങിനും മറ്റുള്ള പ്രോസസ്സിങ്ങിനും കയറുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ലാസ്റ്റ് 5 ദിവസവും നമ്മുടെ വർക്ക് ചെയ്യുന്നത്. അവരും നെക്ക് വരെ നിന്നിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടേതായ കോൺട്രിബ്യൂഷൻ, ഒരു സിനിമ എന്തുകൊണ്ട് പെർഫെക്റ്റ് ആവുന്നു, സിനിമ എങ്ങനെ ലിറിക്സിലാണെങ്കിലും, എങ്ങനെ സോങ്സിലാണെങ്കിലും, എങ്ങനെ ടോട്ടൽ പെർഫെക്ഷൻ, ഡബ്ബിങ് സിനിമയുടെ ഒരു ഇൻറ്റേർണൽ പെർഫെക്ഷൻ എങ്ങനെ ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു പിന്നാപ്പുറം നമുക്ക് ഇമേജ് ചെയ്യാം. നമ്മൾ ഊണ് കഴിക്കുമ്പോൾ കാണുന്ന ഒരുപാട് സിനിമകളുണ്ട്. അങ്ങനത്തെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഒരുപാട് വീടുകളുടെയും ഗോ ടു സിനിമയാണ് അല വൈകുണ്ഠപുരം അല്ലെങ്കിൽ അങ്ങ് വൈകുണ്ഠപുരത്ത്. ഞങ്ങളതിൽ വളരെ വളരെ ഹാപ്പിയാണ്. സാർ ആ പ്രൊഡക്റ്റിൽ 100% ഹാപ്പി അല്ല എന്നാണോ ഞാൻ 100% ഹാപ്പിയാണ്. 100%. സാമ്പത്തികമായിട്ട് എനിക്ക് വിഷമമുണ്ടായി, ബാക്കിയുള്ള രീതിയിൽ ഞാൻ 100% ഹാപ്പിയാണ്. അതാരും പറഞ്ഞ് വിശ്വസിക്കത്തില്ല. അതിന്റെ ചെറിയ പോരായ്മകൾ ഞങ്ങൾ തിയേറ്റേഴ്സിൽ കാണുമ്പോൾ ഹൗസ്ഫുൾ ആയിരുന്നു, ആളുകൾ ഒരുപാട് കയറി കണ്ടിരുന്നു. പിന്നെ അല്ലു അർജുൻ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കിട്ടി, ഒക്കെ സംഭവം ശരിയാണ്. പക്ഷെ അതിൻ്റെ ഒരു പിന്നണി എന്ന് പറയുന്നത്
എനിക്ക് ഞായറാഴ്ചയാണ് സിനിമ റിലീസ് ചെയ്യേണ്ടി വന്നത്. അതെ അതെ അതെ. 5-ാം പാതിര എന്ന് പറഞ്ഞ ഒരു പടം സൂപ്പർ ഹിറ്റായിട്ട് പോയി. ഓ. അപ്പോൾ തിയേറ്ററിക്കലി എനിക്ക് വേണ്ട രീതിയിൽ ഉള്ള സപ്പോർട്ട് കിട്ടിയില്ല. അപ്പം നിങ്ങൾ ഒരാൾ വിലയിരുത്തുന്നത് ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ നോക്കുമ്പോൾ അവിടെ ഒരു 500 പേരുണ്ടാവാം, 1000 പേരുണ്ടാവാം. ആ സിനിമ വിജയിച്ചു നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു എഫേർട്സ്, അതിനുള്ള എക്സ്പെൻസ് അത് കടന്ന് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിനിമയുടെ തിയേറ്ററിക്കലായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമയുടെ ഒരാൾ എത്ര ശതമാനം തിയേറ്റർ ഷെയർ നമുക്ക് തരുന്നു? ഹോൾഡ് ഓവർ ആയാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 30% 40%. ഞാൻ ആര്യയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഡബ്ബിങ് സിനിമകൾക്ക് റെസ്പെക്റ്റ് ഇല്ല. ഇപ്പം ഇവരൊക്കെ ചിലപ്പോൾ ബണ്ണിയുടെ പടങ്ങൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അന്ന് തിയേറ്റർ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചാൽ 30 രൂപയാണ്, 40 രൂപയാണ്, 60 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. 70 രൂപ 60 രൂപയൊക്കെയാണ്. 80 രൂപ എറണാകുളത്ത് എവിടെയോ സ്റ്റേഷനിലേ ഉള്ളൂ. അന്ന് 100 രൂപ പോലും ടിക്കറ്റ് ചാർജ് ആയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 40,000 രൂപ ഷെയർ വരുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ഷെയറാണെന്ന്. കമ്പയർ ചെയ്യുന്നത് എന്താണ്? ഡബ്ബിങ് സിനിമകളോടാണ്. അത് ഷെയർ കിട്ടുന്ന എത്രയാണ്? 50%, 30%, 40% എങ്ങനെ പിടിച്ചു വെക്കും? ഇപ്പം ഹാപ്പി സൂപ്പർ ഹിറ്റാണ്. ബട്ട് ബേസിക് കോസ്റ്റ് എന്താണെന്നോ, നമ്മൾ അന്ന് കൊടുത്ത പരസ്യം എന്താണെന്നോ, എങ്ങനെ അല്ലു അർജുനെ ബൂം ചെയ്തെന്നോ, അതിനൊക്കെ ഒരു ഫോർമുല, സ്ട്രാറ്റജിക് എന്തായിരുന്നു ആ സ്ട്രാറ്റജി? അതിപ്പോ വെളിവാക്കാൻ പറ്റില്ലേ? ഇപ്പൊ അദ്ദേഹം നാഷണൽ വൈഡ് സ്റ്റാർ ആയിരിക്കുന്നു. അദ്ദേഹം സ്റ്റൈൽ സ്റ്റാർ ഐക്കൺ സ്റ്റാറിലേക്ക് ട്രാൻസ്ഫോം ആയ പടം തന്നെ ഹാപ്പിയാണ്. എന്തായിരുന്നു അല്ലു അർജുനെ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ പിന്നത്തെ ഘടകം ഞങ്ങളോട് പറയാൻ പറ്റുന്നത്? ഒരു കാര്യം മനസ്സിലാക്കാം. അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു കേരളത്തിൽ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു ഫോർമുല ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളെ കൊണ്ട് ഇഷ്ടപ്പെടിപ്പിക്കാം. കൊച്ചു കുട്ടികളെ, കുട്ടികൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ഫോർമുല ഉണ്ടാക്കുക. അതാണ് ഞാൻ അല്ലു അർജുന് കേരളത്തിൽ ചെയ്ത ഒരു സ്ട്രാറ്റജി. ആ ഒരു നെയിം സ്ലിപ്പ് അറൗണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നെയിം സ്ലിപ്പ് മാത്രം ഒരു 1,00,000 രൂപയ്ക്ക് മുകളിൽ ഞാൻ അടിച്ചിട്ടുണ്ട് ശുപാർശയിൽ. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകൾക്ക് ഞാൻ അത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്പർ 1. നമ്പർ 2, ഒരു 3D കാർഡ്, ഫാൻസ് കാർഡ് എന്ന് പറഞ്ഞൊരു 3D കാർഡ് ഉണ്ടാക്കി. ആ 3D കാർഡ് അന്നത്തെ ഹൈലൈറ്റ്സ് ആണ്. ആരും ചിന്തിക്കുന്ന തരത്തിലേക്ക് വരാതെ മറ്റൊരു തലത്തിലേക്ക് ആ ഒരു കാർഡ് കൊണ്ട് ഞാൻ എത്തിച്ചു. അപ്പോൾ ആ 3D കാർഡ് ഫാൻസ്, അല്ലു അർജുൻ ഫാൻസ് എന്ന് പറഞ്ഞ് 3D കാർഡ് കിട്ടാൻ പല വ്യക്തികളും പല കുട്ടികളും പയ്യന്മാർ, 12 to 18 years 20 years ഉള്ള ഓൾഡ് പയ്യന്മാരുടെ ഒരു ക്രൈസ് ഞങ്ങൾ മാറൂലേ? അതെ, അറിവുണ്ട്. അപ്പൊ ആ കാർഡ് കിട്ടാൻ പലരും ഇത് ചെയ്തു. അപ്പൊ ഇത് ഫാൻസിനെ കൂട്ടി. നാന വഴിയും മറ്റു മാഗസിൻ വഴിയും ഞാനത് പരസ്യം ചെയ്തു. ഫാൻസിൻ്റെ ഇത് ചെയ്യണം, ഇതിങ്ങനെ വേണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ അത് ഉണ്ടാക്കിയെടുത്തതാണ്. എന്നിട്ട് എൻ്റെ സ്ഥാപനത്തിലെ മാനേജറുടെ നമ്പറിലാണ് അത് ഉണ്ടാക്കിയെടുത്തത്. അന്ന് എന്നെപ്പോലെ ചിലപ്പോൾ മറ്റൊരാൾ വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ മറ്റൊരു ആർട്ടിസ്റ്റിന് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത, ഞാൻ ആരോടും കമ്പയർ ചെയ്യുന്നില്ല, ഒരു റിയൽ ആയിട്ടൊരു ഹോംവർക്ക് അല്ലു അർജുന് നടത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം അത് ആരെയും മികച്ചതാക്കാനോ അല്ലെങ്കിൽ മോശമാക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. വളരെ ഓണസ്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അല്ലു അർജുൻ എന്നുള്ളൊരു വ്യക്തിക്ക് ഒരു ബേസ്, പില്ലർ എന്നൊക്കെ, അടിത്തറ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു അസ്ഥിവാരത്തിന് അത് ഉപകരിച്ചിട്ടുണ്ട്.